നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സ് സീരീസിൽ 2021 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ വീക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്ന്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പതിവുപോലെ നമ്മൾ PSC ബുള്ളറ്റിനിലെ കാര്യങ്ങൾ ഏറ്റവും മോഡലാക്കി പഠിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എന്നെനിക്ക് ഉറപ്പാണ്. അതേപോലെ മാർച്ച് മാസത്തിലെ ന്യൂസ് പേപ്പറിനെ ബേസിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് ഇതിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നിങ്ങൾക്കൊരു റിവിഷൻ ഫീലിംഗ് ആയിരിക്കും തരിക, ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുന്നവരെ സംബന്ധിച്ച്. അതേപോലെ ചാനൽ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ 2020 കറണ്ട് അഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പഴയ ക്ലാസ്സിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുമ്പോൾ ചില കമൻറ്റുകൾ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ പുതിയ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടൊക്കെ മാറും എന്നെനിക്ക് ഉറപ്പാണ്. മിസ്റ്റേക്കുകൾ പറ്റിയതോ അല്ലെങ്കിൽ അപ്ഡേഷൻ വന്നിട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ തിരുത്താറുണ്ട്. അതേപോലെ ഈ ക്ലാസ്സുകൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട് ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷ, ഈ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജൂലൈ 22 മുതൽ ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 50 ദിവസം കൊണ്ട് അൺഅക്കാഡമിയിലെ ടോപ്പ് 9 എഡ്യൂക്കേറ്റേഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസുള്ള കാര്യങ്ങൾ പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി പഠിച്ച് ഒരു റിവിഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കോഴ്സാണിത്. റെഗുലറായിട്ടുള്ള ക്ലാസ്സുകളെ ബേസ്ഡുള്ള റിവിഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, സീരീസ് ടെസ്റ്റുകൾ, ഇങ്ങനെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ വിജയിക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അങ്ങനെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റ് ലിങ്കുമെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണായി നിയമിതയായത് PT ഉഷ. ഇന്ത്യയുടെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന PT ഉഷയാണ് അടുത്തിടെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണായി നിയമിതയായത്. ശ്രദ്ധിച്ചോണം, മുൻപൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റായിട്ട് അഞ്ജു ബോബി ജോർജ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അത് അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടും തമ്മിൽ തിരിയരുത്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? PT ഉഷയാണ്. അതേപോലെ സീനിയർ വൈസ് പ്രസിഡന്റായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരായിരുന്നു? അഞ്ജു ബോബി ജോർജ്. നെക്സ്റ്റ്, കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ അക്ഷരശ്രീ പുരസ്കാര ജേതാവ്. ഇതൊക്കെ നമ്മൾ മാർച്ചിലെ ന്യൂസ് പേപ്പറിൽ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച ഒരു കാര്യങ്ങൾ പോലും PSC ബുള്ളറ്റിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആ റിവിഷനും നമ്മൾ അത് പഠിച്ചതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ അക്ഷരശ്രീ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു കുഞ്ചൻ നമ്പ്യാർ അവാർഡ്, അത് കുഞ്ചൻ നമ്പ്യാർ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്നതാണ്. അത് ജേതാവായത് പ്രഭാവർമ്മയാണ്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചണം. കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ അക്ഷരശ്രീ പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കുഞ്ചൻ നമ്പ്യാർ സാംസ്കാരിക സമിതിയുടെ അക്ഷരശ്രീ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നെക്സ്റ്റ്, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. പദ്ധതിയുടെ പേരെന്താണ്? രക്ഷാദൂത്. വനിതാ ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്നാണ്. അപ്പോൾ ആ ദൂത് എന്നുള്ളതിൽ നമുക്കത് ഓർത്തിരിക്കാൻ സാധിക്കും. അപ്പോൾ ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? രക്ഷാദൂത്. നെക്സ്റ്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2021 മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ പുരസ്കാര ജേതാവ്. വളരെ റെയറായിട്ടുള്ള അവാർഡാണ്. നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2021 ഹരിവരാസന പുരസ്കാരം പഠിച്ചിരുന്നു.
അതേപോലെ ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ 2021 പഠിച്ചിരുന്നു. അതേപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ടഫായിട്ട് ചോദിക്കാം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2021 മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ പുരസ്കാര ജേതാവാരാണ്? കിഴക്കൂട്ട് അനിയന്മാരാർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2021 മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ പുരസ്കാര ജേതാവാരാണ്? കിഴക്കൂട്ട് അനിയന്മാരാർ. കിഴക്കൂട്ട് അനിയന്മാരാർ പഠിക്കേണ്ടതാണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള പോയിന്റ് ആണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2021 മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ പുരസ്കാര ജേതാവാരാണ്? കിഴക്കൂട്ട് അനിയന്മാരാർ. വാദ്യകലാകാരനാണ്. നെക്സ്റ്റ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന പാലക്കാട് ജില്ലയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാക്ഷരതാ പദ്ധതി പഠ്ന ലിഖ്ന അഭിയാൻ. ഇന്ത്യയെ സമ്പൂർണ്ണ സാക്ഷരത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചൊരു പദ്ധതിയാണ് പഠ്ന ലിഖ്ന അഭിയാൻ. ഇതിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കുറച്ച് സാക്ഷരതയുള്ള ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരത പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന പാലക്കാട് ജില്ലയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാക്ഷരതാ പദ്ധതിയുടെ പേരാണെന്ത്? പഠ്ന ലിഖ്ന അഭിയാൻ. നെക്സ്റ്റ്, പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി ടോക്കിയോ ഒളിമ്പിക്സ് യോഗ്യത നേടിയ മലയാളി എം ശ്രീശങ്കർ. ഒളിമ്പിക്സ് കഴിയുന്ന വേളയിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അതിൽ ഓൾറെഡി പകുതിയോളം നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെ റിസൾട്ട് വരുന്നതനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി ടോക്കിയോ ഒളിമ്പിക്സ് യോഗ്യത നേടിയ മലയാളി ആരാണ്? എം ശ്രീശങ്കർ. പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി ടോക്കിയോ ഒളിമ്പിക്സ് യോഗ്യത നേടിയ മലയാളിയാണ് എം ശ്രീശങ്കർ. വീണ്ടും, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് കേന്ദ്രം സ്ഥാപിതമായത് തൃപ്പൂണിത്തുറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് കേന്ദ്രം എവിടെ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃപ്പൂണിത്തുറയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് കേന്ദ്രം സ്ഥാപിതമായത്. പഠിക്കുക, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് കേന്ദ്രം എവിടെ സ്ഥാപിതമായി? തൃപ്പൂണിത്തുറ. വീണ്ടും, 2021 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് സംവിധായകൻ TS സുരേഷ് ബാബു ആണ്. 2021 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? TS സുരേഷ് ബാബു. പഠിക്കുക, 2021 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് TS സുരേഷ് ബാബു. വീണ്ടും, ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനയ്ക്കെതിരെ തേനീച്ച. വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി എന്താണ്? ആനയ്ക്കെതിരെ തേനീച്ച. പഠിക്കുക, ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ആനയ്ക്കെതിരെ തേനീച്ച. നെക്സ്റ്റ് പോയിന്റ്, കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡ്രൈവിന്റെ പേരാണ് ക്രഷിംഗ് ദ കർവ്. COVID-19 ബന്ധപ്പെട്ട ഒരു സമയത്ത് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത്. കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡ്രൈവിന്റെ പേരാണെന്ത്? ക്രഷിംഗ് ദ കർവ്. ക്രഷിംഗ് ദ കർവ്. നെക്സ്റ്റ്, കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മൾ ആശാൻ സ്മാരക തോന്നയ്ക്കൽ എന്ന് പറയും, 1958 സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോൾ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപ്പൂവ് ശതാബ്ദി പുരസ്കാരം ലഭിച്ചത് G പ്രിയദർശനാണ്. എഴുത്തുകാരനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും കുമാരനാശാന്റെയൊക്കെ കൃതികളെക്കുറിച്ചും അല്ലെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതി ശ്രദ്ധേയനായ വ്യക്തിയാണ് G പ്രിയദർശൻ. കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപ്പൂവ് ശതാബ്ദി പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപ്പൂവ് ശതാബ്ദി പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ ആരാണ്? G പ്രിയദർശൻ. നെക്സ്റ്റ്, ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മൈ ഫസ്റ്റ് ട്രിപ്പ് 21. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ത്? മൈ ഫസ്റ്റ് ട്രിപ്പ് 21. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മൈ ഫസ്റ്റ് ട്രിപ്പ് 21. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മൊബൈൽ ആപ്പ് സ്റ്റോറിന്റെ പേരാണ് മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. പ്ലേ സ്റ്റോർ ഒക്കെ പോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മൊബൈൽ ആപ്പ് സ്റ്റോറിന്റെ പേരാണെന്ത്? മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മൊബൈൽ ആപ്പ് സ്റ്റോറിന്റെ പേരാണെന്ത്? മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. നെക്സ്റ്റ് പോയിന്റ്, സുപ്രീം കോടതിയുടെ 48ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് NV രമണ. നുതലപ്പാട്ടി വെങ്കട്ട രമണ. സുപ്രീം കോടതിയുടെ 48ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ആര്? NV രമണ. എല്ലാവർക്കും അറിയാം, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. സുപ്രീം കോടതിയുടെ 48ാം ചീഫ് ജസ്റ്റിസ് NV രമണ. വീണ്ടും,
2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പൽ ഏത്? വജ്ര. പഠിക്കുക. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പലിന്റെ പേരാണെന്ത്? വജ്ര. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പൽ ഏതാണ്? വജ്ര. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പലിന്റെ പേരാണ് വജ്ര. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ സ്ഥാപിച്ചത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ എവിടെ സ്ഥാപിച്ചു എന്ന് വെച്ചാൽ എവിടെയാണ്? ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC റെയിൽവേ ടെർമിനൽ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC ടെർമിനൽ എവിടെ സ്ഥാപിച്ചു? ബംഗളൂരു. നെക്സ്റ്റ് പോയിന്റ്, NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് NSGയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് MA ഗണപതി. ഇപ്പൊ NSG കമാൻഡോസ് നമ്മൾ ബ്ലാക്ക് കാറ്റ്സ് എന്ന് വിളിക്കും. NSG സ്ഥാപിതമായത് 1986ലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1986ലാണ് NSG സ്ഥാപിതമായത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓംനി പ്രസന്റ് ഓംനി പൊട്ടന്റ് സെക്യൂരിറ്റി ഇതാണ് NSGയുടെ മോട്ടോ. ഓംനി പ്രസന്റ് ഓംനി പൊട്ടന്റ് സെക്യൂരിറ്റി ഇതാണ് NSGയുടെ മോട്ടോ. അപ്പോൾ NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് ആര്? MA ഗണപതി. പഠിക്കുക. MA ഗണപതി. വീണ്ടും, ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള നിക്ഷേപ പരിധി 49% നിന്നും എത്രയായി ഉയർത്താനുള്ള ബില്ലിനാണ് അടുത്തിടെ രാജ്യസഭ അംഗീകാരം നൽകിയത്? 74% ഉയർത്താനാണ്. ശ്രദ്ധിച്ചോണം. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള നിക്ഷേപ പരിധി ഇന്ത്യയിൽ 49% ഇത് എത്രയായി ഉയർത്താനുള്ള ബില്ലിനാണ് അടുത്തിടെ രാജ്യസഭ അംഗീകാരം നൽകിയത്? 74%. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള നിക്ഷേപ പരിധി 49% നിന്നും എത്രയായി ഉയർത്താനുള്ള ബില്ലിനാണ് അടുത്തിടെ രാജ്യസഭ അംഗീകാരം നൽകിയത്? 74%. വീണ്ടും, കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്ന എവിടെ? ഗുൽമാർഗ്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി എവിടെയാണ് നിലവിൽ വരുന്നത്? ഗുൽമാർഗ്. പഠിക്കുക. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി സ്ഥാപിതമാകുന്ന എവിടെയാണ്? ഗുൽമാർഗ്. വീണ്ടും, ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിലുള്ള 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് യാഷിക ദത്തിനാണ്. കമ്മിങ് ഔട്ട് ആസ് ദളിത് എന്ന കൃതിക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിലുള്ള 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യാഷിക ദത്ത്. ഏതാണ് കൃതി? കമ്മിങ് ഔട്ട് ആസ് ദളിത്. ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിലുള്ള 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവാരാണ്? യാഷിക ദത്ത്. ഏതാണ് കൃതി? കമ്മിങ് ഔട്ട് ആസ് ദളിത്. കമ്മിങ് ഔട്ട് ആസ് ദളിത്. പഠിക്കുക. ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിലുള്ള 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചവർക്കാണ്? യാഷിക ദത്തിനാണ്. ഏതാണ് കൃതി? കമ്മിങ് ഔട്ട് ആസ് ദളിത്. നെക്സ്റ്റ്, CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി? കുൽദീപ് സിംഗ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ്. 1939 സ്ഥാപിതമായി. ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. സർവീസ് ആൻഡ് ലോയൽറ്റി അതാണ് അവരുടെ മോട്ടോ. ഇപ്പോൾ CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? കുൽദീപ് സിംഗ്. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് ആര്? കുൽദീപ് സിംഗ്. നെക്സ്റ്റ്, 2019 51ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്? ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചു, ഇനിയും ചോദിക്കും. രജനീകാന്ത് ആണ്. 19 പ്രഖ്യാപിച്ചത് 51ാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആദ്യമായി ലഭിച്ചാർക്കാണ്? ദേവിക റാണി റോറിച്ചിനാണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദേവിക റാണി റോറിച്ച്. ദേവിക റാണി റോറിച്ച്. അതേപോലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2019 51ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാരാണ്? രജനീകാന്ത്. വീണ്ടും, ഇന്ത്യയെ ഒരു വേൾഡ് ക്ലാസ് മൈസ് വിച്ച് മീൻസ് മീറ്റിംഗ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് വേണ്ടി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് മീറ്റ് ഇൻ ഇന്ത്യ. ആഗോളതലത്തിലുള്ള മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, എക്സിബിഷൻസ് ഇതിൻ്റെ എല്ലാം ഒരു ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണെന്ത്? മീറ്റ് ഇൻ ഇന്ത്യ. പഠിക്കുക. ഇന്ത്യയെ ഒരു വേൾഡ് ക്ലാസ് മൈസ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ ആണെന്ത്? മീറ്റ് ഇൻ ഇന്ത്യ. മീറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയെ ഒരു വേൾഡ് ക്ലാസ് മൈസ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ മീറ്റ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ്, എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ശ്രദ്ധിച്ചോണം. എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇത് ശ്രദ്ധിച്ചോണം. ഇതിനു മുമ്പ് ചില സ്റ്റേറ്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത്
ഫ്രീ അല്ല, ഇത് ഫ്രീ ആയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. അതിന്റെ പേരിതായിരുന്നു മുഖ്യമന്ത്രി ചിരഞ്ജീവി സ്വാസ്ഥ്യ ബീമാ യോജന. ചിലപ്പോൾ പരീക്ഷ ഇങ്ങനെ ചോദിക്കാം, മുഖ്യമന്ത്രി ചിരഞ്ജീവി സ്വാസ്ഥ്യ ബീമാ യോജന എന്ന പേരിൽ അടുത്തിടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണെന്ന്. രാജസ്ഥാനാണ്. ഇങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അത് ഫ്രീ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. വീണ്ടും 2021 ഏപ്രിൽ മുതൽ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ശേഷം ജൂലൈയിൽ തമിഴ്നാട്ടിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അപ്പോൾ 2021 ഏപ്രിൽ 1 മുതൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പഞ്ചാബാണ്. 2021 ഏപ്രിൽ 1 മുതൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 2021 ഏപ്രിൽ 1 മുതൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. അതിനുശേഷമാണ് ജൂലൈയിൽ തമിഴ്നാട് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. വീണ്ടും ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. പഠിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചതാണ് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. വീണ്ടും 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ. ബംഗ്ലാദേശിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുൾ റഹ്മാനാണ് 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ്. നമുക്കറിയാം, ആദ്യത്തെ ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് സ്ഥിരമായി ചോദിക്കും ജൂലിയസ് നരേരയാണ്. ഒരുപാട് തവണ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. ആദ്യത്തെ ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ജൂലിയസ് നരേരയാണ്. 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ബംഗ്ലാദേശിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ. നെക്സ്റ്റ് പോയിന്റ്, അടുത്തിടെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശ് ആണ്. ശ്രദ്ധിച്ചോണം, 1971 മാർച്ച് 26 ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വതന്ത്രമാകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 2021 മാർച്ച് 26 അവർ സ്വാതന്ത്ര്യത്തിലെ സുവർണ ജൂബിലി ആഘോഷിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ബംഗ്ലാദേശ് സൈന്യം പങ്കെടുത്തു, ബംഗ്ലാദേശ് രൂപീകരിച്ചതിന്റെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ടോക്കിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ച സ്ഥലം ഫുക്കുഷിമ. പഠിച്ചോണം, ടോക്കിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണം എവിടെ നിന്ന് ആരംഭിച്ചു? ഫുക്കുഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഫുക്കുഷിമ. അടുത്ത പോയിന്റ്, രാജ്യാന്തര 2020 ഏറ്റവും അധികം വിജയം നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റനായ അസ്ഗർ അഫ്ഗാനാണ്. MS ധോണിയുടെ റെക്കോർഡാണ് മറികടന്നത്. രാജ്യാന്തര 2020 ഏറ്റവും അധികം വിജയം നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണ്? അസ്ഗർ അഫ്ഗാൻ. രാജ്യാന്തര 2020 ഏറ്റവും അധികം വിജയം നേടുന്ന ക്യാപ്റ്റൻ എന്ന അടുത്ത റെക്കോർഡ് അടുത്തിടെ ആര് സ്വന്തമാക്കി? അസ്ഗർ അഫ്ഗാൻ. അഫ്ഗാനിസ്ഥാന്റെ ക്യാപ്റ്റനാണ്. MS ധോണിയുടെ റെക്കോർഡാണ് മറികടന്നത്. വീണ്ടും നാസയുടെ ചെയർമാനായി അടുത്തിടെ നിയമിക്കപ്പെട്ട വ്യക്തി ബിൽ നെൽസൺ. നമുക്കറിയാം, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ്. നാസയുടെ ചെയർമാനായി അടുത്തിടെ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ബിൽ നെൽസൺ. പഠിക്കുക, നാസയുടെ ചെയർമാനായി അടുത്തിടെ നിയമിക്കപ്പെട്ട വ്യക്തി ബിൽ നെൽസൺ. വീണ്ടും ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് തോമസ് ബാക്ക്. തീർച്ചയായിട്ടും പരീക്ഷയിൽ ചോദിക്കും ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ്? തോമസ് ബാക്ക്. പഠിക്കുക, ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാലാണ് തോമസ് ബാക്ക്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് തോമസ് ബാക്ക്. വീണ്ടും ഏറ്റവും പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ്, ഓൾറെഡി നമ്മൾ ന്യൂസ് പേപ്പറിൽ പഠിച്ചതാണ്. ആദ്യത്തെ മലമ്പനി വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് എൽ സാൽവദോർ എന്ന മധ്യ അമേരിക്കൻ രാജ്യത്തെയാണ്. പഠിക്കുക, ആദ്യത്തെ മലമ്പനി വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഏത് രാജ്യത്തെയാണ്? എൽ സാൽവദോർ. ലോകത്തെ ആദ്യത്തെ മലമ്പനി വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് എൽ സാൽവദോർ. വീണ്ടും ആർക്കിടെക്ചറിലെ നൊബേൽ എന്ന ഖ്യാതിയുള്ള 2021 പ്രിറ്റ്സ്കർ പുരസ്കാര ജേതാക്കൾ. പ്രിറ്റ്സ്കർ പുരസ്കാരം ആർക്കിടെക്റ്റിലെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്റർനാഷണൽ ഉള്ള ഒരു പുരസ്കാരമാണ്. ഇത് ലഭിച്ചത് ജീൻ ഫിലിപ്പ് വാസനും
ആൻഡ് ലെക്കാറ്റിനുമാണ്. ചോദിച്ചാൽ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. എങ്കിൽ പോലും ചോദിച്ചാൽ നല്ല ടഫായിട്ട് മാറുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കിടെക്ചറിലെ നൊബേൽ എന്ന് ഖ്യാതിയുള്ള 2021 പ്രിസ്കർ പുരസ്കാര ജേതാവ് ജീൻ ഫിലിപ്പ് വാസലും ആൻഡ് ലെക്കാറ്റിനുമാണ്. നെക്സ്റ്റ് പോയിന്റ്, ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് സാമിയ സുലുഹു ഹസൻ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? സാമിയ സുലുഹു ഹസൻ. സാമിയ സുലുഹു ഹസൻ. നെക്സ്റ്റ്, ദയാവധം നിയമപരമാക്കിയ ലോകത്തിലെ 7ാമത്തെ രാജ്യം സ്പെയിൻ ആണ്. അടുത്തിടെ ദയാവധം നിയമപരമാക്കിയ ലോകത്തിലെ 7ാമത്തെ രാജ്യമായി മാറിയത് ഏതാണ്? സ്പെയിൻ ആണ്. ആദ്യ രാജ്യം നെതർലാൻഡ്സ് ആണ്. അപ്പോൾ പഠിക്കുക, ദയാവധം നിയമപരമാക്കിയ ലോകത്തിലെ 7ാമത്തെ രാജ്യം സ്പെയിൻ. ഫസ്റ്റ് രാജ്യം ഏതാണ്? നെതർലാൻഡ്സ്. വീണ്ടും, കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം UAE ആണ്. ഹയാത്ത് വാക്സിൻ എന്ന പേരിൽ കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം ഏതാണ്? UAE. പഠിക്കുക, കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം എന്ന് ചോദിച്ചാൽ UAE. വീണ്ടും, വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2021 ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലൻഡ് ആണ്. ഇന്ത്യക്ക് 140ാം സ്ഥാനമാണ്. വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ 2021 ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലൻഡും. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 140. പഠിക്കാം, വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ 2021 ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 140. നെക്സ്റ്റ് പോയിന്റ്, ഹിമാചൽ പ്രദേശിൽ വജ്രപ്രഹാർ 2021 എന്ന പേരിൽ സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് നടന്നത്? ഇന്ത്യ, അമേരിക്ക. അപ്പോൾ ഇന്ത്യ, അമേരിക്ക 2021 ഹിമാചൽ പ്രദേശിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണെന്ത്? വജ്രപ്രഹാർ 2021. പഠിക്കുക, ഹിമാചൽ പ്രദേശിൽ വജ്രപ്രഹാർ 2021 എന്ന പേരിൽ സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് നടന്നത്? ഇന്ത്യ, അമേരിക്ക. നെക്സ്റ്റ് പോയിന്റ്, 2021 ഫോബ്സ് വേൾഡ്സിന്റെ ബില്യനെയർ ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ജെഫ് ബെസോസ്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് ആണ് 2021 ഫോബ്സ് വേൾഡ്സ് ബില്യനെയർ ലിസ്റ്റിൽ ഒന്നാമതെത്തിയവരാണ് ജെഫ് ബെസോസ്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് ആണ് ഈ ലിസ്റ്റിൽ ഒന്നാമതെത്തിയത്. നെക്സ്റ്റ് പോയിന്റ്, ലോകത്താദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. ലോകത്താദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം എന്ന് ചോദിച്ചതാണ് റഷ്യയാണ്. ലോകത്താദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം. പഠിക്കുക, ലോകത്താദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യ. നെക്സ്റ്റ്, വിയറ്റ്നാമിൽ പുതിയ ഭരണാധികാരികൾ വന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏറ്റവും ടഫാണ്. പ്രധാനമന്ത്രി ഫാം മിങ് ചിൻ, പ്രസിഡന്റ് ന്യൂയൻ സുവാൻ ഫുക്ക്. പഠിച്ചിരിക്കുക, വിയറ്റ്നാമിന്റെ പുതിയ ഭരണാധികാരികൾ പ്രധാനമന്ത്രി ഫാം മിങ് ചിന്നും പ്രസിഡന്റ് ന്യൂയൻ സുവാൻ ഫുക്കുമാണ്. പ്രധാനമന്ത്രി ഫാം മിങ് ചിൻ, പ്രസിഡന്റ് ന്യൂയൻ ഭുവാൻ ഫുക്ക്. അപ്പോൾ 2021 ഏപ്രിൽ മാസത്തിലെ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിലൊരു 90-95% കാര്യങ്ങളും ഓൾറെഡി നമ്മൾ ന്യൂസ് പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് മാർച്ചിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിലൊക്കെ പഠിച്ചവർക്ക് നല്ലൊരു റിവിഷൻ ഫീലിംഗ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ ഉണ്ടാകും. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്